ഇന്ന് നമുക്കൊരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചിക്കനെ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ട് നല്ലപോലെ വേവിച്ച് വെച്ചിട്ട് ഇത്തിരി മല്ലിയിലേക്ക് ഇട്ട് വെച്ച് റെഡിയാക്കി. അതിന് ശേഷം നമ്മൾ തക്കാളിയും സവാളയും അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇതെല്ലാം വഴന്നു വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ കൂടി ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങനെ തിളച്ച് വന്ന് കുറുകി വറ്റാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നല്ലപോലെ ഒരു യോജിപ്പൊക്കെ അവർ തമ്മിലൊന്ന് കണ്ടപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചതിനെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ ഇരുന്ന് അങ്ങോട്ട് വറ്റി വരണ്ട് നല്ല പാകത്തിന് ഉടച്ച കപ്പയും എല്ലാം കൂടെ ചേർത്തിട്ട് സൂപ്പർ കപ്പ ബിരിയാണി റെഡിയായി. എല്ലാവരും ഇങ്ങനെ ഈ ഉണ്ടാക്കണേ അല്ലേ. എന്തായാലും ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഒരു അഡീഷണലായിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അത് കൂടാണ്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് ഒരു ഇത്തിരി പൈനാപ്പിളും കൂടെ അങ്ങോട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ ഇട്ടുമ്പോൾ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.